ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട്, അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഭയക്കണം. കാരണം പലപ്പോഴും തമാശയായി തുടങ്ങുന്ന ഒരു മഴ കേരളത്തെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലോട്ട്, ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ട് എത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ നമ്മളുമായി ചേരുകയാണ്. ഡാൻ, സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 8 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉള്ളത് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, അതോടൊപ്പം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റെഡ് അലേർട്ട്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. കോട്ടയത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ വലിയ നാശനഷ്ടം ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വഴിയുള്ള ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. പക്ഷേ യെല്ലോ അലേർട്ട് നിലനിൽക്കുമ്പോഴും അതിതീവ്രമായ മഴ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ജില്ലകളിൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. നമുക്കറിയാം, വലിയ ചൂടായിരുന്നു. എല്ലിനോ പ്രതിഭാസ കാരണം ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് 30-ാം തീയതി മുതലാണ് മഴ തുടങ്ങിയത്. അത് ഇന്നലെയോടെ ഒരു അതിതീവ്ര ഭാവം കൈവരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാലാവസ്ഥയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ഇടുക്കിയും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ തീവ്രമായും അതിതീവ്ര മഴ പെയ്യുന്നത് നദികളിൽ ജലനിരപ്പ് ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങളെയും പ്രദേശവാസികളെയും അടക്കം എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് ജില്ലകളിലും റെഡ് അലേർട്ടിന് സമാനമായ തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഡാൻ കുര്യനാണ് മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി ചേർന്നത്. അതെ, മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ബാക്കി ജില്ലകളിലാണെങ്കിലും ഇതേപോലെയുള്ള സാഹചര്യമാണ് തുടരുന്നത്. എല്ലായിടത്തും കനത്ത മഴ തുടരുകയാണ്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.